Day 4 of Winter Arc Challenge. What is Winter Arc? ഇപ്പോഴും കുറെ ആളുകൾക്ക് വിന്റർ ആർക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഈ വീഡിയോ കണ്ടാൽ എന്താണ് വിന്റർ ആർക്ക്, എന്തിനാണ് വിന്റർ ആർക്ക് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി വരാൻ പോകുന്ന 3 മാസവും സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയുള്ള ഗോൾഡൻ പീരീഡ് ആണ്. നമ്മളിൽ കൂടുതൽ ആളുകളും ഈ വർഷത്തിലെ 9 മാസവും സക്സസ്ഫുള്ളി വേസ്റ്റ് ആക്കിയിട്ടുണ്ടാവും. ഇനി വരാൻ പോകുന്ന 3 മാസവും എത്ര പെട്ടെന്നാണ് കടന്നു പോകുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വിന്റർ ആർക്ക് എന്താണെന്ന് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് ഡാർക്ക് മോർണിംഗ് അല്ലെങ്കിൽ കോൾഡ് വെതർ ആയിരിക്കും. ഈ ടൈം പീരീഡിലാണ് നിങ്ങളുടെ സെൽഫ് ഇംപ്രൂവ്മെന്റിനുള്ള മോട്ടിവേഷൻ പതിയെ കുറഞ്ഞു വരുന്നത്. ഈ സമയങ്ങളിലൊക്കെ രാവിലെ തന്നെ എണീക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ബെഡിൽ തന്നെ എണീക്കാനുള്ള മൂഡ് ഉണ്ടാവില്ല. നിങ്ങളുടെ ലൈഫിൽ ഡിസിപ്ലിൻ കൊണ്ടുവരേണ്ട കറക്റ്റ് സമയമാണ് ഇത്. ഈ വീഡിയോ എന്ന് പറയുന്നത് സെൽഫ് ഇംപ്രൂവ്മെന്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ തന്നെ മോട്ടിവേഷൻ പതിയെ കുറഞ്ഞു വരുന്ന ആളുകൾക്കും ഒരു റിമൈൻഡർ ആണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് ഗ്രൈൻഡ് ചെയ്യാനും മോട്ടിവേഷൻ വീണ്ടെടുക്കാനും പറ്റിയ ദിവസങ്ങളാണ്. കാരണം കഴിഞ്ഞ 9 മാസങ്ങളിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത നിങ്ങളുടെ ഗോളുകൾ തിരിച്ചു പിടിക്കാനും വരുന്ന 90 ദിവസങ്ങളിൽ നിങ്ങളുടെ ബെസ്റ്റ് വെർഷനായി നിങ്ങളെ കളിയാക്കിയവരുടെ മുന്നിൽ നിൽക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ സെൽഫ് ഇംപ്രൂവ്മെന്റ് ജേർണിയിൽ ഞാനും കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ കൺസിസ്റ്റൻസിയോടുകൂടി വരുന്ന 90 ദിവസങ്ങളിൽ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ ഈ ചാനലിൽ വരുന്നതായിരിക്കും. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ വിന്റർ ആർക്ക് ജേർണിയിൽ ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ഹാബിറ്റ്സ് ആണ്. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് സീക്രട്ട് മിഷൻ. ആദ്യം നിങ്ങളുടെ ഗോൾ എന്താണെന്ന് സെറ്റാക്കി വെക്കുക, അതും സീക്രട്ട് ആയിട്ട്. നിങ്ങളുടെ ഗോളിനെ സീക്രട്ട് മിഷൻ ആയിട്ട് ഫോളോ ചെയ്യുക. വിന്റർ ആർക്കിന്റെ എൻഡിങ് ടൈമിൽ നിങ്ങളുടെ റിസൾട്ട് തന്നെ ബാക്കിയുള്ള ആളുകളോട് പറയും നിങ്ങൾ എന്താണ് ഈ ടൈം പീരീഡിൽ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. നിങ്ങളുടെ ഗോളിനെ ഷെയർ ചെയ്യാൻ പറ്റിയ ആളുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സെയിം മൈൻഡ് സെറ്റിലുള്ള ആളോ, അല്ലെങ്കിൽ നിങ്ങളുടെ സെയിം പാത്തിലുള്ള ആളോ, അല്ലെങ്കിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളുമായിട്ടാണ്. നിങ്ങളുടെ അച്ചീവ്മെന്റ്സിൽ സന്തോഷിക്കുന്ന ആളുകളെക്കാളും നിങ്ങളുടെ ഫെയിലിയറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ. എപ്പോഴും നിങ്ങളുടെ ഗോളിനെ സീക്രട്ട് മിഷനായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് റിവെഞ്ച് ടൈം. ഇനി വരാൻ പോകുന്ന 90 ദിവസങ്ങളിൽ നിങ്ങളുടെ കോമ്പറ്റീഷനോട് നിങ്ങൾ റിവെഞ്ച് എടുക്കണം. നിങ്ങളുടെ ഗോൾ എന്തുകൊണ്ടാണ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനെ തിരുത്താൻ ശ്രമിക്കുക. വരാൻ പോകുന്ന 90 ഡേയ്സിലുള്ള കോമ്പറ്റീഷനിൽ നിങ്ങളോട് തന്നെയാണ് കമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. യു വിസസ് യു. ഇത്രയും ദിവസം നിങ്ങൾ തോറ്റുകൊണ്ടിരുന്നത് നിങ്ങളുടെ ഫാമിലി ആയിട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സോ ആയിട്ടല്ല, നിങ്ങളോട് തന്നെയാണ് തോറ്റുകൊണ്ടിരുന്നത്. ഈ 90 ഡേയ്സിൽ ഡേ 1 മുതൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. ഈ വിന്റർ ആർക്ക് നിങ്ങൾക്ക് റിവെഞ്ച് എടുക്കാൻ പറ്റിയ സമയമാണ്. അപ്പോൾ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് സ്റ്റേ ആക്റ്റീവ്. എല്ലാ വർഷത്തിലെയും അവസാനത്തെ 3 മാസങ്ങൾ എന്ന് പറയുന്നത് നല്ല തണുപ്പുള്ള സമയമായിരിക്കും. ഈ തണുപ്പ് കാരണം നിങ്ങൾ രാവിലെ എണീക്കാൻ പറ്റാണ്ട് അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റ് ആയതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കംഫോർട്ട് സോണിൽ തന്നെ നിൽക്കാനായിരിക്കും ശ്രമിക്കുക. അപ്പോൾ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നിട്ട് ഈ ഹാബിറ്റ്സ് ഒക്കെ മാറ്റിക്കളയാനുള്ള സമയമായി. വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എക്സസൈസും മെഡിറ്റേഷനും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനെ മാത്രമല്ല നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെയും ബെറ്റർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഡീപ്പ് വർക്ക്. ഈ വിന്ററിൽ ഡീപ്പ് വർക്ക് ചെയ്യാനുള്ള ഹാബിറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഇത് നിങ്ങളുടെ ഗ്രോത്തിനെ പുഷ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു നല്ല ഹൈ ലെവൽ സ്കിൽ സെലക്ട് ചെയ്ത് എല്ലാ ദിവസവും മിനിമം 4 hours എങ്കിലും അതിലോട്ട് ഫോക്കസ് ആയിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള ബുക്സ് വായിക്കാൻ ശ്രമിക്കുക. കൂടുതൽ ബുക്സ് വായിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് സ്ട്രോങ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സെയിം ഫീൽഡിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അവരിൽ നിന്ന് കുറെ അനുഭവങ്ങൾ പഠിക്കാനും നിങ്ങളുടെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ തെറ്റുകൾ തിരുത്താനും സാധിക്കും. അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് മൈൻഡ്ഫുൾനെസ്. നിങ്ങളുടെ പേരൻസും ഫ്രണ്ട്സുമായിട്ട് കുറച്ച് ക്വാളിറ്റി ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അവർക്ക് പ്രൗഡ് ഫീൽ ആവുന്ന രീതിയിൽ നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുക. നെഗറ്റീവ് അടിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. പേരൻസിന് നിങ്ങളുടെ ഗോളിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നില്ല, കാരണം നിങ്ങളുടെ ജനറേഷനും അവരുടെ ജനറേഷനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പേരൻസ് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാവുന്ന ഓരോ പ്രോഗ്രസ്സും അച്ചീവ്മെന്റ്സും അവർക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഗൈസ്, വിന്റർ ആർക്ക് എന്താണെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായി കാണും. ഈ വിന്റർ ആർക്ക് ചാലഞ്ചിൽ ആരൊക്കെ ഉണ്ടാവുമെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.